നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുതിയ സിനിമയിൽ വിസ്മയ്ക്കൊരു അവസരം കൊടുക്കാവുന്നൊരു പ്രൊഡ്യൂസർ ഏറ്റിരുന്നതാ. ഇപ്പൊ അയാള് ഈ കൃഷ്ണതുളസി അന്വേഷിച്ച് നടക്കുക. കൃഷ്ണതുളസി പാടാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഇല്ല അങ്കിൾ. ആ പാട്ട് ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്തേ. ഇത് ശ്യാമയുടെ സൗണ്ട് അല്ലേ? അല്ല, ശ്യാമയല്ല പാടുന്നത്. വിസ്മയ്ക്ക് വേണ്ടി ശ്യാമ പാടുന്നതിനേക്കാളും കുറച്ചുകൂടി ഇമ്പമുള്ള ശബ്ദമാണ്. ശരിയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അവള് പാടുന്നതിനേക്കാളും ഒരല്പം മുകളിലാ. ശരിയാ, കൃഷ്ണതുളസി വിസ്മയ്ക്കൊരു ഭീഷണി തന്നെയാ. ആരാണ് കൃഷ്ണതുളസി എന്ന് കണ്ടുപിടിക്കാൻ പല രീതിയിൽ ശ്രമിച്ചു, സാധിക്കുന്നില്ല. അങ്ങനെയാ ജയന്തിയുടെ സഹായം ചോദിക്കുന്നേ. അങ്കിളെ, കൃഷ്ണതുളസിയുടെ ഫോട്ടോ ഇല്ല, അപ്ലോഡിംഗ് ഡീറ്റെയിൽസ് ഇല്ല. ഇങ്ങനൊരു സിംഗറെ കുറിച്ചുള്ള പ്രൊഫൈൽ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് ഇത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമാണോ എന്ന്. എവിടെയോ ഒരു അപകടം മണക്കുന്നത് പോലെ. സത്യത്തിൽ കുഴപ്പം ചെയ്യുന്നത് നിങ്ങളല്ലേ? വിസ്മയെ പാടുന്നു എന്നും പറഞ്ഞ് ശ്യാമയെ കൊണ്ട് പാടിക്കുന്നു. നേട്ടം മുഴുവൻ വിസ്മയി. ജഗൻ, ന്യായാന്യായങ്ങൾ സംസാരിക്കാനല്ല ജഗൻ ഇവിടെ വരുത്തിയത്. ഒരു സഹായത്തിനായിട്ടാ. വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന് അറിയാവുന്ന പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ജഗൻ. ജഗനിൽ നിന്നും ആ രഹസ്യം പുറത്തു പോവില്ലെന്നുള്ള വിശ്വാസമുണ്ട്. ജഗൻ വിചാരിച്ചാൽ ഈ കൃഷ്ണതുളസിയെ കണ്ടുപിടിക്കാൻ പറ്റും. കൃഷ്ണതുളസിയെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അത് പറ. വിസ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്യാമയ്ക്ക് പകരം കൃഷ്ണതുളസിയെ പാടിക്കാനാണോ? അതോ വിസ്മയ്ക്ക് ഭീഷണിയാവാതെ അങ്ങ് ഒതുക്കാൻ വേണ്ടിയിട്ടാണോ? മമ്മി, കഴിവുള്ള ഒരു പാട്ടുകാരി പുതിയതായിട്ട് വരുന്നു. അതിനിപ്പോൾ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഈ കൃഷ്ണതുളസി ഇപ്പൊ പാടാൻ വന്നിട്ടുള്ളത് മറ്റെന്തോ ലക്ഷ്യത്തിനാണെന്ന്. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ? ഉറപ്പാണ്. പാടി പേരെടുക്കാനാണെങ്കിൽ അവൾക്ക് എന്തിനു മറഞ്ഞു നിൽക്കണം? പ്ലീസ് അങ്കിൾ, ഇതിന് പിറകിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മളൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടല്ലോ ജഗൻജി. ശ്യാമയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കും, വർമ്മയുടെ ഫാമിലിക്കെതിരെ ഒരുമിച്ച് നിൽക്കും. അങ്ങനെ പരസ്പരം വാക്കുണ്ടല്ലോ. വാക്കൊക്കെ വാക്കാണ്, അതിൽ നിന്നൊന്നും ജഗൻ മാറില്ല. എങ്കിൽ ജഗൻ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയേഷ്, SI ജയേഷിനെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. അയാൾ അന്വേഷിക്കും. അത് വേണ്ട ജഗൻ. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും പോലീസിലേക്ക് ഇത് എത്തിക്കണ്ട. അത് വേണ്ട, ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഇല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. IT-യുമായി ബന്ധപ്പെട്ട ഒരാളെ എനിക്കറിയാം, അവനെ ഏൽപ്പിക്കാം. അങ്കിൾ, അത് നല്ല ഐഡിയ. ഹലോ ജഗൻ സാർ. എനിക്ക് തന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. കൃത്യമായിട്ട് പ്രതിഫലം കിട്ടും. ശരി സാറ് കാര്യം പറയാം. ഞാനേ ഇപ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് അയക്കും. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയാ, താൻ കണ്ടു കാണും. ഒരു കൃഷ്ണതുളസിയുടെ പാട്ട്. ആരോ പറഞ്ഞു കേട്ടിരുന്നോ ഒരു കൃഷ്ണതുളസിയെ പറ്റി? എനിക്ക് ആ കൃഷ്ണതുളസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം. കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറയാം. ഏതായാലും ആദ്യം ആ വീഡിയോ കാണാം. ഓക്കെ സാർ, സാർ അയച്ചോളൂ. ആ കൃഷ്ണതുളസി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എടത്തി പ്ലീസ്, ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ. അമൃത എടത്തിക്ക് എന്തോ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ അത്ര കാര്യമാക്കിയില്ല. ശ്യാമയുടെ വെറുതെ ഉള്ള തോന്നലാണെന്ന് കരുതി. പക്ഷെ അമൃത എടത്തിക്ക് ദേഷ്യം തോന്നണമെങ്കിൽ അതിനൊരു വലിയ കാരണം ഉണ്ടാവുമല്ലോ എന്ന് പിന്നീട് ചിന്തിച്ചു. ഇപ്പൊ മനസ്സിലായി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അമൃത
അമൃതെടുത്തി എടുത്തി എന്താന്ന് വെച്ചാ ഒന്ന് തുറന്ന് പറയ. എഴുത്തിക്ക് അമ്മയുടെ സ്ഥാനാ തന്നിട്ടുള്ളത്, അറിയാലോ. അമ്മയെ ആരും മനഃപൂർവ്വം വേദനിപ്പിക്കില്ല. അറിയാതെ എന്തെങ്കിലും തെറ്റ് ശ്യാമയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തി അത് ക്ഷമിക്കണം. ഇപ്പൊ എഴുത്തിക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടാവും അല്ലേ? ആ സമാധാനത്തിന് കാരണക്കാരി ദേ ഈ നിൽക്കുന്ന ശ്യാമയാ. ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും എഴുത്തി സംസാരിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോ നാളത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നാളെ പൂജ കഴിഞ്ഞ് ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോകും. വാ. എന്താടാ ഏട്ടാ, അത് നാളെ ക്ഷേത്രത്തിൽ പോവല്ലേ, അതൊന്ന് എടുത്തിയോട് പറയാൻ വന്നതാ. എന്താ മോളെ? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഒന്നുമില്ല. ഇങ്ങോട്ട് വാ. അമൃതേ, അഖിലും ശ്യാമയും വന്നത് നീ ശ്രദ്ധിച്ചില്ലേ? അമൃത ഏട്ടാ, ഏടത്തി പാട്ട് കേൾക്കല്ലേ, നല്ല പാട്ടല്ലേ, ഞങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട പാട്ടാ. ഒരുപാട് പേര് ഈ പാട്ടിനെയും പാടിയ ആളിനെയും ആരാധിക്കുന്നുണ്ട്. അമൃതയെടുത്തിയും കൃഷ്ണ തുളസി ഇഷ്ടപ്പെടുക. എന്തായാലും എടുത്തി പാട്ട് കേൾക്കട്ടെ. പിന്നെ നാളെ കാണുമല്ലോ ഞങ്ങള് അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോ. ഞാനുണ്ടാവൂടാ. ശരി ഏട്ടാ. ശരി മോളെ. അമൃതേ, നീ അവരെ ഇൻസൾട്ട് ചെയ്തു. അവരെ മാത്രമല്ല, എന്നെയും ഇൻസൾട്ട് ചെയ്തതുപോലെയാ. ഇതൊന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചെറിയും. ഞാൻ എങ്ങനെ മറുപടി പറയുന്നെന്ന് അപ്പൊ കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.